എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1200-ാം ആണ്ട് പുതുവർഷ ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം വർഷത്തിൻ്റെ സമയം വരെ 3-ലും തുടർന്ന് 4-ലും സഞ്ചരിക്കുന്നു. ശനി 12-ലും തുടർന്ന് ജന്മത്തിലും സഞ്ചരിക്കുന്നു. രാഹു ജന്മത്തിലും 12-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു പുതുവർഷ ഫലമാണ് വരാൻ പോകുന്നത്. ആദ്യ പകുതിയിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും മനക്ലേശങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും. ആരോഗ്യപരമായിട്ടും അത്ര നല്ല സമയമായിരിക്കില്ല വർഷത്തിൻ്റെ ആദ്യ പകുതി. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ്. തങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ കഴിയുന്നതും ഏൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പറ്റിയ സമയമല്ല. എല്ലാ രീതിയിലും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതി ആകുന്നതോടുകൂടി തടസ്സങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ മാറി സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്ന് ചേരുന്നതും ആയിരിക്കും. ഈ സമയത്ത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം പൊതുവായിട്ടുള്ള നല്ല ഫലങ്ങൾ വന്ന് ചേരുന്നതും ആയിരിക്കും. എങ്കിലും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചെറിയ പ്രയാസങ്ങളും മനക്ലേശങ്ങളും ഒക്കെ അതിജീവിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ചകളും ശനിയാഴ്ചകളും അവരവരുടെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തേണ്ടതും ആകുന്നു.